പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യമേറിയ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായിട്ടുള്ള നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഈ സൂം മീറ്റിംഗിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ വന്യ പരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് രാവിലത്തെ ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഒരു ലഘു സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബൈബിളുള്ളവർ ബൈബിൾ തുറന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു. ഒരിക്കൽ കൂടി ആ വാക്യം ഞാൻ ഉദ്ധരിക്കുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. 21 അധ്യായമുള്ള യോഹന്നാന്റെ സുവിശേഷം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി മറ്റ് 3 സുവിശേഷങ്ങളെക്കാൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്ന സമവീക്ഷണ സുവിശേഷങ്ങളെക്കാൾ ഒരല്പം പ്രിയം എനിക്ക് കൂടുതലുള്ള സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. അതിന് നിരവധി കാരണങ്ങളുണ്ട്. നിങ്ങൾ ഈ സുവിശേഷം വായിച്ച് തുടങ്ങിയാൽ 1-ാം അധ്യായം ചിലർക്ക് അല്പം കട്ടിയായി തോന്നുമെങ്കിലും ഇത് മുന്നോട്ട് വായിക്കും തോറും ആസ്വാദനകരമായിട്ടുള്ള ഒത്തിരി വിഷയങ്ങൾ ഈ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു വേദപഠിതാവ് എന്ന നിലയിൽ ഈ സുവിശേഷം വളരെ മാധുര്യമുള്ള സുവിശേഷമാണ്. നമ്മൾ ഇന്ന് രാവിലെ സമയം ഈ സുവിശേഷത്തെ ഒന്ന് വിഭജിച്ച് പഠിക്കാൻ താല്പര്യപ്പെടുകയാണ്. പെട്ടെന്ന് നമുക്ക് ഈ സുവിശേഷം മനസ്സിലാകത്തക്ക രീതിയിൽ നമുക്കിതിനെ വിഭജിച്ച് പഠിക്കുവാൻ 3ആയിട്ട് നമുക്ക് ഈ സുവിശേഷത്തെ വിഭജിക്കാം. 3ആയി വിഭജിക്കാൻ പോകുന്നത് ഇതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിനെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ സുവിശേഷത്തെ 3ആയി ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ വിഭജനം ഒരു ആശ്വാസമായിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ 3ആയിട്ട് നമ്മൾ വിഭജിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യത്തെ 18 വാക്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. സ്തോത്രം. ആദ്യത്തെ 18 വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ സുവിശേഷത്തെ 3ആയി വിഭജിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ആദ്യത്തെ 18 വാക്യങ്ങൾ നന്നായി വായിച്ചെന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമുക്ക് 18-ാം വാക്യം ഒന്ന് പ്രാരംഭമായി ശ്രദ്ധിക്കാം. 18-ാമത്തെ വാക്യം: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ആ വാക്യം നമുക്ക് സുപരിചിതമാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ വാക്യത്തിന്റെ അവസാനത്തെ ആ പ്രയോഗം അണ്ടർലൈൻ ചെയ്യുക, ഇൻവേർട്ടഡ് കോമയ്ക്കകത്തിടുക. വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള പ്രയോഗം.
സ്തോത്രം, വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഈ 18-ാമത്തെ വാക്യത്തെ നമ്മൾ ഇപ്പോൾ വായിച്ച 1-ാമത്തെ വാക്യവുമായി ലിങ്ക് ചെയ്യണം. സ്തോത്രം. എന്നാൽ മാത്രമേ നമുക്ക് 1-ാമത്തെ വിഭജനത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഈ 18-ാം വാക്യത്തെ 1-ാമത്തെ വാക്യവുമായി നമ്മൾ ലിങ്ക് ചെയ്യുകയാണ്. ഏതാണ് 1-ാമത്തെ വാക്യം? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ആദിയിൽ ഉണ്ടായിരുന്ന വചനം, ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്ന വചനം, ആദിയിൽ വചനമായിരുന്ന അല്ലെങ്കിൽ ആദിയിൽ ദൈവമായിരുന്ന വചനം. സ്തോത്രം. ഈ വചനത്തെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഏകജാതനായ പുത്രൻ ഈ വചനത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 1:18 പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന, ഞങ്ങൾ ആ പ്രയോഗത്തിന്റെ ആസ്വാദനം നിങ്ങൾ നോക്കണം. പിതാവിന്റെ മടിയിൽ ഇരുന്നാന്നല്ല പറഞ്ഞത്. യോഹന്നാൻ ഈ സുവിശേഷം എഴുതുമ്പോഴും പിതാവിന്റെ മടിയിൽ ഇരുന്നാന്നല്ല, ഇരിക്കുന്ന. യോഹന്നാൻ ഈ സുവിശേഷം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ പിതാവിന്റെ മടിയിൽ ഇരുന്ന എന്നല്ല, ഇരിക്കുന്ന. സ്തോത്രം. അപ്പോൾ അതൊരു മാധുര്യമുള്ള വിഷയം തന്നെയാണ്. സ്തോത്രം. പിതാവിന്റെ മടിയിൽ ഇരുന്ന എന്നല്ല, ഇരിക്കുന്ന. അപ്പം ഇന്ന് പിതാവിന്റെ മടിയിൽ ഇരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പുത്രൻ പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. എന്നാൽ യോഹന്നാനി സുവിശേഷം എഴുതുമ്പോൾ പിതാവിന്റെ മടിയിൽ പുത്രൻ ഇരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ പിതാവിന്റെ മടിയിൽ ഇരുന്ന എന്നല്ല, ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആരെയാണ് വെളിപ്പെടുത്തിയെന്നുള്ളതാണ് ഞാൻ 1-ാം വാക്യത്തിൽ പറഞ്ഞത്. ആരെയാണ് വെളിപ്പെടുത്തിയത്? ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പം ആദിയിൽ ഉണ്ടായിരുന്ന വചനത്തെ, ദൈവത്തോടുകൂടെ ആയിരുന്ന വചനത്തെ, ദൈവമായിരുന്ന വചനത്തെ എന്ത് ചെയ്തിരിക്കുകയാണ്? പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന പുത്രൻ വെളിപ്പെടുത്തി. സ്തോത്രം. ഇനി അതിനെ നമുക്ക് ഈ 2 വാക്യത്തെയും കൂടെ 14-ാം വാക്യവുമായി ലിങ്ക് ചെയ്യാം. അപ്പോൾ ആ പുത്രൻ വെളിപ്പെടുത്തിയ ആ വചനം ജഡമായി തീർന്നു. അത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സുവിശേഷത്തിന്റെ 1-ാമത്തെ വിഭജനത്തിലേക്ക് പോകാം. 1-ാമത്തെ വിഭജനം യാതൊരു തർക്കവുമില്ലാതെ പറയാം, വെളിപ്പെടുത്തപ്പെട്ട വചനം. എന്താണ്? വചനത്തിന്റെ വെളിപ്പെടുത്തൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വെളിപ്പെടുത്തക്ക വചനം, അല്ലെങ്കിൽ വെളിപ്പെട്ട വചനം. സ്തോത്രം. വെളിപ്പെട്ട വചനം. അപ്പോൾ നമ്മൾ ഇന്ന് ഇനി 1-ാമത്തെ വിഭജനം ശ്രദ്ധിക്കുമ്പോൾ തന്നെ 1-ാം അധ്യായം നമ്മൾ വളരെ ആഴത്തിൽ പരിശോധിച്ചാൽ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് വെളിപ്പെട്ട വചനത്തെയാണ്. സ്തോത്രം. അപ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കാം, ആദിയിൽ ഉണ്ടായിരുന്ന വചനത്തെ, ദൈവത്തോടുകൂടി ആയിരുന്ന വചനത്തെ, ദൈവമായിരുന്ന വചനത്തെ പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ വെളിപ്പെടുത്തി എന്ന് മാത്രമല്ല, ആ വെളിപ്പെട്ട വചനം കൃപയും സത്യവും നിറഞ്ഞവനായി ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലെ ആദ്യത്തെ വിഭജനം വെളിപ്പെട്ട വചനം, അല്ലെങ്കിൽ വചനത്തിന്റെ വെളിപ്പെടൽ. സ്തോത്രം.
ഇനി രണ്ടാമത്തെ വിഭജനത്തിലേക്ക് പോകാം. രണ്ടാമത്തെ വിഭജനത്തിലേക്ക് പോകാൻ ഈ 1-ാം അധ്യായം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ 18 വാക്യങ്ങൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. രണ്ടാമത്തെ വിഭജനം. സ്തോത്രം. രണ്ടാമത്തെ വിഭജനത്തിലേക്ക് പോകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്തോത്രം, ആ 11-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. 11-ാം വാക്യം, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ രണ്ടാമത്തെ വിഭജനം വചനത്തിന്റെ തിരസ്കരണം. വചനത്തിന്റെ തിരസ്കരണം. ഞാൻ ഇന്നലെ ചിന്തിച്ചു, ഈ യോഹന്നാന്റെ സുവിശേഷം അങ്ങ് കണ്ടിന്യൂസ് ആയിട്ടൊരു ക്ലാസ് പോലെ അങ്ങ് എടുത്താലോ എന്ന് ചിന്തിച്ചു. കാരണം അത്ര ആസ്വാദനമായി തോന്നി എൻ്റെ പഠനമുറിയിൽ. സ്തോത്രം. അപ്പോൾ 11-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ വിഭജനം വചനത്തിന്റെ തിരസ്കരണമാണ്. സ്തോത്രം. നമുക്ക് പല ഭാഗങ്ങളിൽ ഈ വചനത്തിന്റെ തിരസ്കരണം കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 5-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെ പ്രധാനമായും തിരസ്കരിക്കപ്പെട്ട വചനത്തെയാണ് കാണുന്നത്. അവിടെയാണ് വചനത്തിന്റെ തിരസ്കരണം. യേശുവിന്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ വചനത്തെ തിരസ്കരിക്കുന്നതാണ് കാണുന്നത്. വചനം എന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തുവിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. യേശുക്രിസ്തുവിന്റെ തിരസ്കരണമാണ് നമ്മൾ 5 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. കൂടാതെ 18, 19 അധ്യായങ്ങളിലും ഈ തിരസ്കരിക്കപ്പെട്ട വചനത്തെയാണ് കാണുന്നത്. സ്തോത്രം. അവിടെ നമുക്ക് കാണുന്നത് യേശുക്രിസ്തു പിടിക്കപ്പെടുന്നതും ക്രൂശിക്കപ്പെടുന്നതും ഒക്കെയാണ് കാണുന്നത് 18, 19 അധ്യായങ്ങളിൽ. അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തത്തിലേക്ക് എന്ന് ഉദ്ദേശിക്കുന്ന യഹൂദന്മാരുടെ ഇടയിലേക്ക് വന്നു എന്നുള്ളതാണ്. സ്തോത്രം. ഇനി മൂന്നാമത്തെ വിഭജനം നമ്മൾ ശ്രദ്ധിച്ചാൽ, മൂന്നാമത്തെ വിഭജനം അതിന്റെ 12-ാം വാക്യം ശ്രദ്ധിച്ച്. യോഹന്നാൻ 1:12, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നോക്കുക, 11-ാം വാക്യത്തിൽ പറയുന്നു അവനെ കൈക്കൊണ്ടില്ല. ആര് കൈക്കൊണ്ടില്ല? സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ല. സ്തോത്രം. എന്നാൽ 12-ാം വാക്യത്തിൽ പറയുന്നു അവനെ കൈക്കൊണ്ടു. നമുക്കെല്ലാവർക്കും ബൈഹാർട്ട് അറിയാവുന്നൊരു വാക്യമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ടു എന്നതുകൊണ്ട് മൂന്നാമത്തെ വിഭജനം വചനത്തിന്റെ സ്വീകാര്യത, അഥവാ സ്വീകരിക്കപ്പെട്ട വചനം. സ്വീകരിക്കപ്പെട്ട വചനം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ 4-ാം അധ്യായം വരെ സ്വീകരിക്കപ്പെട്ട വചനത്തെ കാണാൻ കഴിയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ നമ്മൾ എന്താ കാണുന്നത്? യോഹന്നാൻ സ്നാപകൻ യേശുവിനെ സ്വീകരിക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരെല്ലാം യേശുവിനെ സ്വീകരിക്കുന്നു. അന്ത്രയോസ് യേശുവിനെ സ്വീകരിക്കുന്നു. ഇങ്ങനെ പലരും യേശുവിനെ സ്വീകരിക്കുന്നു. 2-ാം അധ്യായത്തിൽ കാനാവിലെ വീട്ടിൽ യേശുവിനെ സ്വീകരിക്കുന്നതായി കാണാൻ കഴിയുന്നു. 3-ാം അധ്യായത്തിൽ നിക്കോദിമോസ് യേശുവിനെ സ്വീകരിക്കുന്നതായി കാണുന്നു. 4-ാം അധ്യായത്തിൽ ശമര്യക്കാരി സ്ത്രീ യേശുവിനെ കൈക്കൊള്ളുന്നതായി കാണുന്നു. ഇത് സ്വീകരിക്കപ്പെട്ട വചനത്തെയാണ് കാണിക്കുന്നത്. സ്തോത്രം. കൂടാതെ നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നു 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെയും സ്വീകരിക്കപ്പെട്ട വചനത്തെ കാണുകയാണ്. 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ. ഈ 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ എന്ന് പറയുമ്പോൾ 13, 14, 15, 16, 15 അധ്യായം. പക്ഷെ ഇത് ഒറ്റ രാത്രിയിൽ നടന്ന സംഭവമാണ്. മനസ്സിലാകുന്നുണ്ടോ? 13 മുതൽ 17 വരെയുള്ള ഈ 5 അധ്യായങ്ങൾ ഒറ്റ രാത്രിയിൽ നടന്ന സംഭവമാണ്. ആ രാത്രിക്ക് തിരുവെഴുത്ത് വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ് ആ പേര്? ധന്യനായ പൗലോസ്ലീഹ ആ രാത്രിക്ക് ഒരു പേര് വിളിച്ചു. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രി എന്നാണ് അതിന്റെ പേര്. സ്തോത്രം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ നടന്ന സംഭവങ്ങളെ ക്രോഡീകരിച്ചാണ് 13 മുതൽ
17 വരെ കൊടുത്തിരിക്കുന്നത് അവിടെയും സ്വീകരിക്കപ്പെട്ട വചനമാണ്. അങ്ങനെങ്കിൽ വളരെ ലളിതമായി നിങ്ങൾ ഓർക്കണം, യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നൊരു വാക്യം പ്രസംഗിക്കുമ്പോൾ ഓഡിയൻസിന് മനസ്സിലാകത്തക്ക രീതിയിൽ ഇതൊന്ന് 3ആയിട്ട് വിഭജിച്ചിട്ട് ഒന്ന് പറഞ്ഞാൽ അതിന്റെ മാധുര്യം ഭയങ്കര. ഈ പല ആളുകൾക്കും ഈ എന്താ പറയുക, ഓർഡർ ഇല്ലാത്തൊരു പ്രസംഗമാണ്. ഞാൻ വെടി വെച്ചിട്ടിട്ടുണ്ട്, പന്നി വന്ന് കൊണ്ടുപോകുള്ളൂ എന്ന് പറയുന്ന പോലെ. ഞാനൊക്കെ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ഒരാളുടെ മെസ്സേജിന്റെ തുടക്കം കേൾക്കുമ്പോഴേ അറിയാം അതിനകത്ത് വല്ലതും ഉണ്ടല്ലോ എന്ന്. കാര്യം അതൊരു ഡിസിപ്ലിൻ ഇല്ലാത്ത, വിഭജനമില്ലാതൊക്കെ പോകുമ്പം നമുക്കറിയാം. സ്തോത്രം. അപ്പോൾ ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തെ 3 രീതിയിലാണ് നമ്മൾ ഇപ്പോൾ വിവരിച്ചത്. ഒന്ന്, നമ്മൾ കണ്ടു വെളിപ്പെട്ട വചനം, വെളിപ്പെടുത്ത വചനം അല്ലെങ്കിൽ വെളിപ്പെട്ട വചനം. 2, തിരസ്കരിക്കപ്പെട്ട വചനം. 3, സ്വീകരിക്കപ്പെട്ട വചനം. അപ്പോൾ ഇത് 3മാണ് നമുക്ക് ഈ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട സംഭവം. അപ്പോൾ വെളിപ്പെട്ട വചനം അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ വചനം, അല്ലെങ്കിൽ രണ്ടാമത്തെ വിഭജനം തിരസ്കരിക്കപ്പെട്ട വചനം, 3ാമത്തെ വിഭജനം സ്വീകരിക്കപ്പെട്ട വചനം. സ്തോത്രം. ഇനി നമുക്ക് 1-ാം വാക്യം ശ്രദ്ധിക്കാം. 1-ാം വാക്യത്തിനകത്തുനിന്ന് 3 പ്രധാനപ്പെട്ട ചിന്തകളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ അതിന്റെ ഓരോ വിഷയം പറഞ്ഞ ഇവിടത്തെ ഉള്ളൂ, നിങ്ങൾ ഡീപ്പായിട്ട് ചിന്തിച്ചോളാം. 1-ാം വാക്യത്തിൽ നിന്ന് 3 കാര്യങ്ങൾ ചിന്തിക്കാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. സ്തോത്രം. ഇവിടെ വചനം ഉണ്ടായി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. വചനം ഉണ്ടായി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഈ 1-ാം അധ്യായത്തെ നമ്മൾ 5 വിഭാഗങ്ങളായി വിഭജിച്ചാണ് പഠിക്കുന്നത്. 1-ാം അധ്യായത്തെ 5 വിഭാഗങ്ങളായി വിഭജിച്ചാണ് പഠിക്കുന്നത്. അതിൽ 1-ാമത്തെ വിഭാഗത്തിന്റെ പേരാണ്, സ്തോത്രം, നിത്യതയിൽ വചനം എന്നാണ് അതിനെ വിഭജിച്ചിരിക്കുന്നത്. ദ വേർഡ് ഇൻ ദ എറ്റേണിറ്റി എന്നുള്ളതാണ് 1-ാം അധ്യായത്തെ 5ആയി ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ അതിൽ 1-ാമത്തെ പാർട്ടാണ് ദ വേർഡ് ഇൻ ദ എറ്റേണിറ്റി, നിത്യതയിൽ വചനം. സ്തോത്രം. നിത്യതയിൽ വചനം എന്നുള്ള വിഷയം നമുക്ക് 1-2 വാക്യങ്ങൾക്കകത്തത് നന്നായി കാണാൻ കഴിയുന്നുണ്ട്. നിത്യതയിൽ വചനം എന്നുള്ള വിഷയം 1-2 വാക്യങ്ങൾക്കകത്ത് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഇവിടെ തന്നെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഈ നിത്യതയിൽ വചനം എന്നത് പ്രധാനമായും 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. എന്നാൽ നമ്മൾ ഇതിന്റെ 1-2 വാക്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വിഷയമാണ് നിത്യതയിലെ വചനം. സ്തോത്രം. അപ്പോൾ ഈ എന്താണ് നമുക്ക് ആ നിത്യതയിലെ വചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്തോത്രം. 1-ാം വാക്യം ശ്രദ്ധിക്കുക. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായി എന്നല്ല പറഞ്ഞത്, ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു സംശയവുമില്ലാതെ പറയാം, വചനത്തിന്റെ പൂർവകാല നിത്യതയാണ് ഉണ്ടായിരുന്നു എന്നുള്ള പ്രയോഗം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭൂതകാല നിത്യതയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആദിയിൽ വചനം ഉണ്ടായി എന്നല്ല, ഉണ്ടായിരുന്നു. വചനത്തിന്റെ ഭൂതകാല നിത്യത. സ്തോത്രം. അപ്പോൾ ഈ 5 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ 5 വാക്യങ്ങൾക്കകത്ത് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്തോത്രം. 1-ാമത്തെ കാര്യം വചനത്തിന്റെ നിത്യത്വമാണ് പറയുന്നത്, അല്ലെങ്കിൽ നിത്യതയിലെ വചനത്തെ കുറിച്ചാണ് പറയുന്നത്. 2-ാമത്തെ കാര്യം സൃഷ്ടിയിലെ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ആദ്യത്തെ 1-2 വാക്യത്തിൽ വചനത്തിന്റെ നിത്യത്വം അല്ലെങ്കിൽ നിത്യതയിലെ വചനം, 3, 4, 5 വാക്യം നിങ്ങൾ പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സൃഷ്ടിയിലെ വചനത്തെക്കുറിച്ചാണ്. പറയുന്നത്. സ്തോത്രം. അത് മറ്റൊരു ടോപ്പിക്കാണ്, നമ്മൾ അതിലേക്ക് വരുന്നില്ല. അപ്പോൾ
ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ കാണുന്നത് വചനത്തിന്റെ പൂർവകാല നിത്യത അല്ലെങ്കിൽ ഭൂതകാലത്തിലെ വചനത്തിന്റെ നിത്യതയെക്കുറിച്ചുള്ള പരാമർശമാണ് അവിടെ പറയുന്നത്. സ്തോത്രം. ഞാൻ അതൊന്ന് പറയാൻ ആ, ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് പറയാം. ഇവിടെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നല്ല, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പം എന്താണ് അതിന്റെ ഒരു ചിന്ത? വചനം ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല, അതാണ് അതിന്റെ അർത്ഥം. ലിസൺ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് വചനം ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ നാം ആരാധിക്കുന്ന യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. എന്താ അതിന്റെ കാരണം? അവൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് നാം ആരാധിക്കുന്ന യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കാൻ ഇതിൽ പരം മറ്റൊന്നും വേണ്ട. സ്തോത്രം. വചനമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് യേശുക്രിസ്തു ഇല്ലാതിരുന്ന ഒരു കാലമേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവൻ സാക്ഷാൽ ദൈവമാണെന്ന് ഈ രാവിലെ സമയം ചിന്തിക്കുന്നതിൽ വളരെ ഹൃദയം സന്തോഷിക്കുന്നു. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വേദപുസ്തകം തുടങ്ങുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ അവിടെയും ഒരു ആദിയിൽ എന്ന് പറഞ്ഞ തുടങ്ങുന്നത്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നതും ആദിയിൽ എന്ന് പറഞ്ഞാണ്. സ്തോത്രം. അപ്പൊ എന്റെ ഒരു ചോദ്യം, ശരിക്കും ഇതിൽ ഏതാദിയാ സത്യം? മനസ്സിലാകുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലും ഒരു ആദിയിലുണ്ട്. വേദപുസ്തകം ആരംഭിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 1-ലും ഒരു ആദിയും. ഇതിൽ ഏത് ആദിയിലാണ് സത്യം? രണ്ടും സത്യമാണ്, അല്ലെങ്കിൽ തിരുവെഴുത്തിൽ വരത്തില്ല. എന്റെ ചോദ്യം, ഉൽപ്പത്തി പുസ്തകം 1-ലെ ആദിയാണോ ആദ്യത്തെ ആദി, അതോ യോഹന്നാന്റെ സുവിശേഷം 1-ലെ ആദിയിലാണോ ആദ്യത്തെ ആദി? ഇത് കേട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ആദി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ രണ്ട് ആദിയിൽ എന്നുള്ള പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഉൽപ്പത്തി 1-ലെ ആദിയിൽ എന്നുള്ള പ്രയോഗവും യോഹന്നാന്റെ സുവിശേഷം 1-ലെ ആദിയിൽ എന്നുള്ള പ്രയോഗം കൂടെ ശ്രദ്ധിച്ചാൽ കുറച്ചെങ്കിലും തിരുവെടുത്ത് ചിന്തിക്കുന്ന ആൾക്ക് മനസ്സിലാകും, ഒറിജിനൽ ആദ്യത്തെ ആദിയിൽ എന്നുള്ളത് ഉൽപ്പത്തി 1-1 യോഹന്നാന്റെ സുവിശേഷം 1-ലെ ആദിയിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, ഉൽപ്പത്തി 1-1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആരംഭത്തിന് ഒരു കാലം പറയുന്നുണ്ട്. ശരിയല്ലേ? ഉൽപ്പത്തി 1-1 ആദിക്ക് ഒരാരംഭം പറയുന്നുണ്ട്. എന്തിന്റെ ആരംഭം? ആകാശത്തിന്റെയും ഭൂമിയുടെയും, അല്ലെങ്കിൽ സ്വർഗങ്ങളുടെയും ഭൂമിയുടെയും ആരംഭം പറയുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് അതിനെ ഒരു കാലം പറയാം, ഒരു സമയമുണ്ട്, ഒരു ആരംഭം അവിടെ പറയുന്നുണ്ട്. സ്തോത്രം. സൃഷ്ടിച്ചു എന്നുള്ള പ്രയോഗം അവിടെ ആരംഭിച്ചു എന്നുള്ളത് കൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ഉൽപ്പത്തി 1-1 ആദിയിൽ എന്നുള്ള പ്രയോഗം അവിടെ ആരംഭം കുറിച്ചു, സൃഷ്ടിച്ചു എന്നുള്ളതാണ്. എന്നാൽ യോഹന്നാൻ 1-1 പറയുന്ന ആദിയുടെ പ്രത്യേകത, അവിടെ ഒന്നിന്റെയും ആരംഭം പറയുന്നില്ല, അവിടെ ഒന്നിന്റെയും കാലം പറയുന്നില്ല. പിന്നെ അവിടെ പറയുന്നത് എന്താണ്? അവിടെ ആദിയിൽ വചനം ഉണ്ടായി എന്നല്ല, ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കാലം പറയാത്ത, ആരംഭമില്ലാത്ത ഒരാദിയിൽ എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 1-ാം വാക്യമാണ്. അതുകൊണ്ട് ഒരു സംശയമില്ലാതെ പറയാം, ആദ്യത്തെ ആദിയിൽ യോഹന്നാന്റെ സുവിശേഷം 1-1. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്,
ഒന്നാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നിന്ന് നാം ചിന്തിക്കുന്ന ആദ്യത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇതിനെ നമുക്ക് വളരെ വ്യക്തമായി ഇങ്ങനെ പറയാം: വചനമുണ്ടായിരുന്നു എന്നുള്ള പ്രയോഗം വചനത്തിന്റെ നിത്യത്വം വ്യക്തമാക്കുന്നു. എറ്റേണിറ്റി ഓഫ് ദ വേർഡ്, വചനത്തിന്റെ നിത്യത്വം വ്യക്തമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വചനം എത്ര മാധുര്യമുള്ളതാണ്! ഈ കാലഘട്ടത്തിൽ പല ആളുകളും വചനത്തിന്റെ നിത്യത്വം മനസ്സിലാക്കാതെ വേറെ പലതിന്റെയും പുറകെ പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഈ വചനത്തെ നമുക്ക് പല രീതിയിൽ ചിന്തിക്കാം. സ്തോത്രം. വചനത്തെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. വചനം 2 തലങ്ങളിലുണ്ട്. നമുക്കറിയാം, ലോഗോസ്, റേമ. ലോഹോസ് എന്നതാണ് എഴുതപ്പെട്ട വചനം. അതാണ് നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന 66 പുസ്തകങ്ങളടങ്ങിയ കമനീയമായ ഗ്രന്ഥം. സ്തോത്രം. എന്നാൽ ഈ ലോഹോസ് എന്ന വചനം റേമായുടെ വചനമായി മാറുമ്പോഴാണ് ഈ എഴുതപ്പെട്ട വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്നത്. സ്തോത്രം. എനിക്ക് ഇത് എഴുതപ്പെട്ട വചനമായി തന്നെ ഇരുന്നാൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളായിട്ട് തന്നെ പേപ്പറിനകത്ത് എഴുതപ്പെട്ടിരിക്കും. പക്ഷെ ഇത് എപ്പോഴൊക്കെ റേമയായി മാറിയിട്ടുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ഞാൻ അയച്ച പ്രവൃത്തി സാധിപ്പിക്കാതെ മടങ്ങി വന്നിട്ടില്ല. സ്തോത്രം. ഇന്ന് രാവിലെ വചനം കേൾക്കുമ്പോൾ തന്നെ ചിലരുടെ കാതിൽ അത് അരുളി ചെയ്ത വചനമായി, റേമായുടെ വചനമായി മാറുമ്പോൾ ആ വചനം നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യമായി, വചനം നിങ്ങളുടെ ബന്ധനമടിക്കുന്ന വാളായി, വചനം നിങ്ങളുടെ ശരീരത്തിൽ അസാധാരണകരമായ വിടുതലായി മാറും. കാരണം അത് വെറും ലോഗോസ് അല്ല, റേമായുടെ വചനമായി മാറുകയാണ്. ലോക ചരിത്രത്തിൽ ഒരിടത്തും ഇന്നുവരെ അത് ഒരു മെഡിക്കൽ സയൻസിലും ഒരു മനുഷ്യന്റെ ആത്മാവിനെ സ്കാൻ ചെയ്യുന്ന മിഷൻ കണ്ടുപിടിച്ചിട്ടില്ല, എൻ്റെ അറിവിൽ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ വചനം, അതിന്റെ പ്രത്യേകത ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചേറിയതാണ് ഈ വചനം. ഈ വചനത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ഒരാളുടെ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുന്നിടം വരെ തുളച്ചു ചെല്ലുന്നതാണ് ഈ വചനം. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഒരാളുടെ ദേഹം, ഒരാളുടെ ദേഹി, ഒരാളുടെ ആത്മാവ്, അതാണ് പ്രാണൻ എന്ന് പറഞ്ഞാൽ ദേഹി. നോക്കുക, രണ്ടാമത് പറയുന്നു പ്രാണനെയും ആത്മാവിനെയും. കണ്ടോ? അതാണ് സ്പിരിറ്റ്. സ്തോത്രം. അപ്പോൾ മൂന്നാമത് സന്ധിമജ്ജകൾ, അതാണ് ദേഹം. ഇതിനെ മൂന്നിനെയും തുളച്ചു ചെല്ലുന്നതാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം ശരിക്കും നിങ്ങളുടെ ശരീരത്തിലാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം പകരാൻ ഈ വചനത്തിൽ കഴിയും. ഇനി നിങ്ങളുടെ പ്രോബ്ലം ശരിക്കും ദേഹീ മണ്ഡലത്തിൽ, നിങ്ങളുടെ പ്രാണനകത്ത്, നിങ്ങളുടെ സോളിനകത്ത്, ചിന്താമണ്ഡലങ്ങൾക്കകത്താണെങ്കിൽ അവിടെ ചെന്ന് അതിനകത്ത് മുറിക്കേണ്ടതിനെ മുറിക്കാൻ, കെട്ടേണ്ട മുറിവിനെ കെട്ടാൻ, സൗഖ്യമാക്കേണ്ടതിനെ ആക്കാൻ ഈ വചനത്തിന് പവറുണ്ട്. എന്ന് മാത്രമല്ല, ഇനി നിങ്ങളുടെ പ്രോബ്ലം ഇത് രണ്ടിലുമല്ല, ആത്മാവിലാണെങ്കിൽ സംശയിക്കേണ്ട, അവിടെ ചെന്ന് ഈ വചനം ആത്മാവിന്റെ കൺമഷത്തെ മാറ്റുവാൻ, അവിടെ ചെന്ന് ആ വചനത്തെ കൊണ്ട് ആത്മാവിൽ കൊടുക്കേണ്ട വിടുതലുകൾ കൊടുക്കുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. കാരണം ഈ വചനത്തിന് പരിമിതിയില്ല. ഇന്ന് രാവിലെ മനസ്സിലാക്കും, ബന്ധനമില്ലാത്ത, ലോകത്തിൽ പരിമിതിയില്ലാത്ത, ഏതു സമയത്തും എവിടെയും കയറിച്ചെല്ലാൻ കഴിയുന്ന ഏക ടൂളാണ്, ഏക ആയുധമാണ് ദൈവത്തിന്റെ വചനം എന്ന സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് രാവിലെ സമയം ആ വചനത്തിന്റെ ശക്തിയെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ വചനത്തിന്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞിട്ട് 13-ാമത്തെ വാക്യത്തിൽ 4-ന്റെ-13 വരുമ്പോൾ അവിടെ പറയുന്നു, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. ആർക്ക്? 12-ാം വാക്യത്തിൽ പറഞ്ഞ ദൈവത്തിന്റെ വചനത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അവിടെ അവനെന്നാ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ വചനം വെറും എഴുതപ്പെട്ട ഒരു വചനത്തെ കുറിച്ചല്ല, പിന്നെ അവൻ, യേശുക്രിസ്തു എന്ന വചനത്തെ കുറിച്ചാണ് പറഞ്ഞത്. സ്തോത്രം. അപ്പോൾ
യേശുക്രിസ്തു എന്ന വചനത്തിന് മറഞ്ഞിരിക്കുന്നൊരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ഇനി അടുത്തതും പറയുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. കണ്ടോ? അപ്പോൾ യേശുക്രിസ്തു എന്ന വചനത്തിന് അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നൊന്നുമില്ല. സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുകയാണ്. ആ യേശുക്രിസ്തു എന്ന വചനമാണ് നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുന്നിടം വരെ തുളച്ചു ചെല്ലുന്നത്. നമ്മളുടെ മുഴുവൻ ചിന്താ മേഖലകളെയും വിവേചിക്കുന്നത് അത് യേശുക്രിസ്തു എന്ന വചനമാണ്. അങ്ങനെയെങ്കിൽ ഈ വചനത്തെ കുറിച്ചാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞത്, അവൻ വചനമയച്ചവരെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ആ വചനത്തിന് നമ്മെ സൗഖ്യമാക്കാൻ കഴിവുണ്ട്. സ്തോത്രം. മടങ്ങി വരട്ടെ. അപ്പോൾ ഇവിടെ 1-ാം വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അത് വചനം, ആ വചനത്തെ കുറിച്ചുള്ള 1-ാമത്തെ സ്റ്റേറ്റ്മെന്റ് നാം കണ്ടത് എന്താണ്? ആദിയിൽ വചനം ഉണ്ടായി എന്നല്ല, ഉണ്ടായിരുന്നു. വചനത്തിന്റെ നിത്യത്വം, എറ്റേണിറ്റി ഓഫ് വേഡ്. സ്തോത്രം. ഇനി 2-ാമത്തെ പ്രയോഗം, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. എന്തൊരു മനോഹരമായ പ്രയോഗം! വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ഇനി ഞാൻ പറയാണ്, ഞാൻ ഫിലിപ്പച്ചാന്റെ കൂടെയാണ് ഉണ്ട്, ഞാൻ പ്രതിബ്രതന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടെയുണ്ട് എന്നുള്ള പ്രയോഗം എന്തിനെ കാണിക്കുന്നതാണ്? അത് എന്റെ വ്യക്തിത്വത്തെ കാണിക്കുന്നതാണ്. അച്ഛാ ധൈര്യമായിരിക്കും, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂടെയുണ്ട് എന്നുള്ള പ്രയോഗം എന്റെ വ്യക്തിത്വത്തെ കാണിക്കുന്നതാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ആ കൂടെ ആയിരുന്നു എന്നുള്ള പ്രയോഗം വചനത്തിന്റെ വ്യക്തിത്വത്തെ കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വചനം ഒരു വ്യക്തിയാണ്. വചനം ഒരു വ്യക്തിയാണ്. വെറും കേവലം എഴുതപ്പെട്ട പേപ്പറിലെ ഒരു വചനമല്ല. ഇവിടെ പറയുന്ന വചനം ഒരു വ്യക്തിയാണ്. അതാണ് വചനം ദൈവത്തോട് കൂടെയായിരുന്നു. സ്തോത്രം. വചനം ഒരു വ്യക്തിയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് ദൈവത്തോട് കൂടെയായിരുന്ന ഒരു വ്യക്തിയാണ് വചനമെന്നാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ 2-ാമത്തെ ചിന്ത, ദ പേഴ്സണാലിറ്റി ഓഫ് ദ വേർഡ്, വചനത്തിന്റെ വ്യക്തിത്വമാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ നന്നായി പറയാൻ പറ്റുന്ന ഒരു പ്രയോഗം, വചനത്തിന്റെ ആളത്വമാണ് കാണുന്നത്. അപ്പോൾ നാം ഇതുവരെ വായിച്ചതുപോലെ ആയിരിക്കരുത് വചനം വായിക്കുമ്പോൾ നമ്മുടെ ചിന്ത മാറണം. നമ്മൾ വായിക്കുന്ന വചനം, നമ്മൾ കേൾക്കുന്ന വചനം നിത്യത്വമുള്ള വചനം, ആളത്വമുള്ള വചനമാണ്. സ്തോത്രം. നിത്യത്വമുള്ള വചനമാണ്. ആരംഭവും അവസാനവുമില്ലാത്ത നിത്യത്വമുള്ള വചനമാണ്. ഇപ്പോൾ ഇതാ വ്യക്തിത്വമുള്ള വചനമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ആളത്വമുള്ള വചനമാണ്. സ്തോത്രം. ഇനി 3-ാമത്തെ പ്രയോഗം കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സ്തോത്രം. വചനം ദൈവമായതല്ല, വചനം ദൈവമായെന്നല്ല, വചനം ദൈവമായിരുന്നു. നിങ്ങൾ ഇവിടുത്തെ മുഴുവൻ ഈ 3 സെന്റൻസിലെയും പ്രയോഗം നോക്കി, എല്ലാം പാസ്റ്റ് ടെൻസിലല്ല കൊടുത്തിരിക്കുന്നത്, പ്രസന്റിലും ഫ്യൂച്ചറിലും അല്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ഇപ്പൊ പറയുന്നത് വചനം ദൈവമായിരുന്നു. വചനം ദൈവമായതല്ല. ഇവിടെ പലരും ദൈവമായതാണ്. വചനം ദൈവമായതല്ല, വചനം ദൈവമായിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പല ആളുകളെയും ദേവന്മാരെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, ദൈവമെന്ന് വിശേഷിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. സ്തോത്രം. അവരൊക്കെ ജനിച്ചതിന് ശേഷം ദേവന്മാരായതോ ദൈവങ്ങളായതൊക്കെയാണ്. സ്തോത്രം. എന്നാൽ വചനത്തിന്റെ പ്രത്യേകത, യേശുക്രിസ്തു ഇരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ദൈവമല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടേ ഇല്ല. യേശുക്രിസ്തു ദൈവമല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടേ ഇല്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു യേശുക്രിസ്തു ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പം മനസ്സിലാകുന്നത് വചനം ദൈവമായിരുന്നു എന്നതുകൊണ്ട് യേശുക്രിസ്തു ദൈവം അല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. സ്തോത്രം.
ഇത് വ്യക്തമാക്കുന്നത് എന്താണ്? ഇത് വ്യക്തമാക്കുന്ന ഒറ്റ കാര്യമാണ്: യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, ദ ഡിവിനിറ്റി ഓഫ് ദ ഗോഡ്, ദ ഡിവിനിറ്റി ഓഫ് ദ വേഡ്, വചനത്തിന്റെ ദൈവത്വം. സ്തോത്രം. ഒരിക്കൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനത്തിന്റെ എറ്റേണിറ്റി, നിത്യത്വം. വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനത്തിന്റെ ആളത്വം. വചനം ദൈവം ആയിരുന്നു എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ ദൈവത്വം, ദ ഡിവിനിറ്റി ഓഫ് ദ വേഡ്. ഇന്ന് രാവിലെ സമയം നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാ! ലോകത്തിൽ എല്ലാ മതങ്ങൾക്കും ഓരോ മതസംഹിതകളുണ്ട്, തത്വസംഹിതകളുണ്ട്. അതൊക്കെ ഇവിടെ പല ആളുകളും പല ചരിത്രങ്ങളും ഒക്കെ ചമച്ചെഴുതിയതൊക്കെയാണ്. പക്ഷെ നമ്മൾ അത് 40-ലധികം എഴുത്തുകാർ 1600-ലധികം വർഷങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയോടെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ എഴുതിയ ഈ വചനം, ഈ 40-ലധികം എഴുത്തുകാർ പേന പിടിച്ചതേ ഉള്ളൂ, എഴുതിയത് പരിശുദ്ധാത്മാവാണെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ വചനം നിത്യത്വമുള്ള വചനമാണ്, അത് ആളത്വമുള്ള വചനമാണ്, അത് ദൈവത്വമുള്ള വചനമാണ്. ഈ വചനം നിത്യത്വമുള്ളതാണ്. ഈ വചനം നിന്റെ കൂടെ ഏത് സമയം ഇരിക്കാൻ, നിന്റെ കൂടെ ചലിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളത്വമുള്ള വചനമാണ്. നിന്നെ തണുപ്പിക്കാൻ, സൗഖ്യമാക്കാൻ, ബന്ധനം അഴിക്കാൻ, കെട്ടുകളെ പൊട്ടിക്കാൻ, ഏത് പോരാട്ടത്തെ അടിച്ച് തകർക്കാൻ കപ്പാസിറ്റി ഉള്ള ആളത്വമുള്ള വചനമാണ്. എന്ന് മാത്രമല്ല, ഇത് ദൈവത്വമുള്ള വചനമാണ്. ഇന്ന് രാവിലെ സമയം നമുക്ക് ആ വചനത്തിന്റെ പിൻപിൽ മറയാം, നമ്മളെ തന്നെ ഒരുമിച്ച് നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. മഹാദൈവമേ, സ്വർഗസ്ഥ പിതാവേ, രാവിലെ സമയം കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന വചനത്തിന്റെ ആ വെളിപ്പാടുകൾക്കായി സ്തോത്രം, ആ കാഴ്ചപ്പാടിനായി സ്തോത്രം. ഈ വചനത്തെ കർത്താവ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ബുദ്ധി തുറന്നതിനായി സ്തോത്രം. ഈ പ്രിയപ്പെട്ടവരെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, കൃപയിൽ മറയ്ക്കും. എല്ലാ മഹത്വവും കർത്താവ് എടുക്കും. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് പ്രാർത്ഥനയും വ്യാപനം കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട വചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ സമശിഷ്ടങ്ങളോടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ മേഘ പ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകി പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. കർത്താവ് വചനങ്ങളെ നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു.